ഞാൻ കാന്തപുരത്തിനോട് ചോദിച്ചു, ഇപ്പൊ നിങ്ങളോട് സംസാരിക്കണേ നിങ്ങൾ ഉത്തരം നൽകുന്നുണ്ട്, ഇനി നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളോട് പ്രാർത്ഥിച്ചാലും ഉത്തരം നൽകും ചോദിച്ചു. ഹലോ, വലൈക്കും സ്ലാം വറഹ്മത്തുള്ളാ. എന്റെ നമ്പർ ഉണ്ടോ? ഷഫീഖ് ഹസനി. അതെ അതെ, പറഞ്ഞോളി. എന്തൊക്കെയാ, തിരക്കിലാണോ? പറഞ്ഞോളി, തിരക്കിലൊന്നല്ല, പറഞ്ഞോളി. പിന്നെ ഞങ്ങൾ ആ നമ്പർ ഞങ്ങൾ വീഡിയോ ഇങ്ങനെ കണ്ടിങ്ങനെ നിൽക്കുന്നേ, നോട്ടിഫിക്കേഷൻ വന്നത്. അപ്പൊ നിങ്ങളൊന്ന് വിളിക്കാൻ തോന്നിയതാ. പിന്നെ ഞാന് വൈഫിന്റെ അമ്മോശനല്ല, എന്റെ അമ്മോശനെ വൈഫിന്റെ ഭർത്താവിനും എന്തൊക്കെ ഞാനെന്തൊക്കെ പറയും, അതായത് അളിയനും പിന്നെ അമ്മോശനും കൂടി ഞങ്ങളെ കാന്തപുരത്തിന്റെ അടുത്ത് കൊണ്ടുപോയിനു. എന്ന് ഒരു കഴിഞ്ഞ മാസം 8-ാം തീയതി. നിങ്ങളെയും ഭാര്യനും കൂടിയോ? അപ്പോ ഞാന് അതിന് മുമ്പ് അമ്മായിമ്മ ഇങ്ങനെ വിളിച്ചു, നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടോ ചോദിച്ചാണ്. 1.5 കൊല്ലമായല്ലോ ഇപ്പൊ, അതൊരു മാറ്റം ഇല്ലാതെ അങ്ങനെ നിൽക്കല്ലേ, ഒരു ബന്ധമില്ല, അങ്ങോട്ടൊരു ബന്ധമല്ല പൊതുവെ ഇപ്പോ ഇല്ലേ. ഒരു പിന്നെ അന്ന് അങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞതാണ്. പിന്നെ അങ്ങോട്ട് പറഞ്ഞു, അമോഷം പറഞ്ഞല്ലേ. അല്ല, നിങ്ങളെ വൈഫിന്റെ നിലപാടെന്താ? ഓള് മാഷാഅല്ലാ അൽഹംദുലില്ലാ. എന്നിട്ട് കാന്തപുരത്ത് കൊണ്ടുപോയി. ഞാന് അതിന് മുമ്പ് അമ്മായിമാനോട് പറഞ്ഞു, ഞങ്ങൾ പറയണത് ശരിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അംഗീകരിക്കേണ്ടി വരും. കാന്തപുരം ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് അംഗീകരിക്കേണ്ടി വരും. അപ്പൊ അമ്മായിമ ഓക്കെ എന്നൊക്കെ പറഞ്ഞു. ഞാനിപ്പോ സാധാരണഗതിയിൽ ഇപ്പൊ എന്താണ് നമ്മൾ പറയാം, ഞാൻ അമ്മായിമനോട് പറഞ്ഞു, ഞങ്ങൾ അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ, മറ്റുള്ള ഒന്നിനോടും തോർക്കൂല എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഈ വിഷയം കാന്തപുരം അംഗീകരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളത് അംഗീകരിക്കേണ്ടി വരും എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അമ്മായിമ ആയിക്കോട്ടെ പറഞ്ഞു. അങ്ങനെ ഒരു 1/2 മണിക്കൂറോളം കാന്തപുരവുമായിട്ട് സംസാരിച്ച്. അമ്മോശ മുസ്ലിയാരാ? ഒരു ബാക്കവിയാണ്. ഖുറാഫികളാണ്. മർക്കസിലാ പോയത് അതോ പിന്നെ കാന്തപുരത്തിന്റെ വീട്ടിലോ? മർക്കസില്. ഓക്കെ. അവിടെ ഒരു അളിയന് പഠിക്കുന്നുണ്ട്. അപ്പൊ ഓനങ്ങനെ ഇത് സമയം ശരിയാക്കി തന്നതാണ്. ഓക്കെ. എന്നിട്ട് ഞാൻ കാന്തപുരത്തിനോട് ചോദിച്ചു, ഇതിന്റെ ഭാര്യ പിതാവാണ്, ഞങ്ങള് അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞതിന്റെ പേരില് 1.5 വർഷമായിട്ട് ഇപ്പൊ ഇവര് നമ്മളോട്ടുള്ള ബന്ധം ഒഴിവാക്കിയിട്ടാണ്. ഞാൻ പറഞ്ഞത് ശരിയല്ല ഉസ്താദ് ചോദിച്ചു. അയാൾ പറഞ്ഞു ശരിയല്ലായിരുന്നു. കറക്റ്റ്. എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ വേണ്ടിട്ട് ആ ലെവലിക്ക് തന്നെ ഞാൻ കാന്തപുരത്തിനോട് ചോദിച്ചു. ഈ സഹായം തേടുക അത് ഇതൊന്നും ഞാൻ ചോദിച്ചില്ല. കാന്തപുരത്തിനോട് ഞാൻ ചോദിച്ചു, ഞാൻ അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കുള്ളൂ, അള്ളാഹുവിനോട് മാത്രമേ ഞാൻ ദുആ ചെയ്യുകയുള്ളൂ എന്ന് എന്റെ വാദം ശരിയാണോ ചോദിച്ചു. ശരിയല്ല എന്നാണ്. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഈ പാവപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇപ്പൊ ഞാൻ എന്റെ ഉമ്മാനും പാപ്പാനെയൊക്കെ ഇങ്ങനെ ആലോചിച്ചു, ഇവരൊക്കെ ഈ കാന്തപുരത്തിനെ ഭയങ്കര സംഭവമായിട്ട് കൊണ്ടുനടക്കുന്ന ആളാണ്. നമ്മളിപ്പോ എത്ര പറഞ്ഞു കൊടുത്താലും അവർക്ക് മനസ്സിലാവൂല. എന്റെ സ്വന്തം വാപ്പയും അതേപോലെ ഉമ്മയും ഓർക്കൊക്കെ കാന്തപുരത്തിന് ഭയങ്കര കാര്യമാണ്. ഇപ്പനോട് ഞാൻ പറഞ്ഞു, ഉമ്മ നിങ്ങളെ ശരിക്കും മനസ്സിലാക്കിക്കോളി, നിങ്ങളല്ലാവിനോട് തന്നെ ദ്വാർക്കുന്നു, പക്ഷെ ഈ കാന്തപുരം ടീമൊന്നും അല്ലാതെ അല്ലാത്ത ആളുകളോടും ദ്വാർക്കുന്നുണ്ട്. അതിന്റെ ഒരുപാട് 100 ക്ലിപ്പുകൾ നിങ്ങൾക്ക് കിട്ടും. ഇനി അത് മാത്രല്ല, ഞാൻ തന്നെ നേരിട്ട് കാന്തപുരത്തിന്റെ അടുത്ത് പോയി കണ്ട് ചോദിച്ചപ്പോ അള്ളാഹുവിനോട് മാത്രം ദ്വാർക്കുന്നത് തെറ്റാണെന്നാണ് കാന്തപുരം പറഞ്ഞത് പറഞ്ഞു. അപ്പൊ ഈ സംസാരം അതിന്റെ അനന്തരം എന്താണ്? അല്ല, കാന്തപുരത്തിനടുത്ത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോ എങ്ങനെ? അല്ല, കാന്തപുരം നിങ്ങൾ പറഞ്ഞ അത് ശരിയല്ലെന്ന് പറഞ്ഞപ്പോ പിന്നെ എന്തുണ്ടായി അവിടുന്ന് മർക്കസിന്ന്? പിന്നെ ഓല് പറയും അത് പിന്നെ വേറെ അത് കഴിഞ്ഞിട്ട് അതാണ് ലാസ്റ്റ് സംസാരം കാന്തപുരത്തിന്. അത് പറഞ്ഞപ്പോ നിങ്ങൾ ഇറങ്ങി പോരുക ചെയ്ത്. ഞാൻ പറഞ്ഞു, ഇനിയിപ്പോ നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് ഇനിയിപ്പോ ഇതിന്റെ അപ്പുറത്തേക്ക് ഒന്നുമില്ല, കാരണം അള്ളാഹുവിനോട് മാത്രം തോർക്കുന്നത് തെറ്റാണെന്ന് പറഞ്ഞ ആളുകളല്ല നിങ്ങൾ, പിന്നെ ഇനിയിപ്പോ ഇതിനോട് എനിക്ക് സംസാരിക്കാനൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് പിന്നെ ഒരു 2-3 മണിക്കൂർ എന്റെ ശിങ്കിടികള് സംസാരിച്ചു. സംസാരിച്ചു. അപ്പോ ഞങ്ങൾ അങ്ങോട്ട് മർക്കസിലാണ് പോയത്. ബോളിയും കൂടി കൊണ്ടുപോകുന്നു കാന്തപുരത്തിന്റെ അടുത്തേക്ക് എത്തിക്കാന്നൊക്കെയാണ് പറഞ്ഞത്. പിന്നെ അവിടേക്ക് എത്തിച്ചില്ല, ഓളെ വേറൊരു റൂമിലാക്കി. മുന്നേ അതിന്റെ ഉള്ളിൽ കാന്തപുരത്തിന്റെ വസതിയിലേക്ക് കൊണ്ടുപോയി. വസതിയല്ല, ഒരു റൂമുണ്ട്. പിന്നെ അമ്മായിമാനായിട്ട് ഒരു കോണ്ടാക്ട് ഇല്ല. അപ്പൊ അമ്മോസ് ഞാൻ പറഞ്ഞു, നിങ്ങൾ കാന്തപുരത്തിനോട് ചോദിച്ചു, നിങ്ങൾ ഈ
ആൾക്കാരോട് വിളിച്ചു മരിച്ച ആൾക്കാരോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകും എന്നുള്ളതാണല്ലോ നിങ്ങൾ പറയുന്നത്. അങ്ങനെ നിങ്ങൾ ഇപ്പൊ തന്നെ ഒന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ മരിച്ച ആൾക്കാരൊന്ന് വിളിച്ചാണ് ഒന്ന് കേൾപ്പിച്ചാൽ തന്നെ പറഞ്ഞു. അപ്പൊ ഞാനിപ്പോ എന്നോട് അപ്പൊ കണ്ടവരിനോട് ഞാനിപ്പോ എന്നോട് പറയാണ്, എന്താ ഇന്നോട് എനിക്ക് എപ്പോ ആണെങ്കിലും സംസാരിക്കാന്ന് പറഞ്ഞു. അതിനർത്ഥം ഞാൻ ഉറങ്ങുമ്പോ വന്ന് സംസാരിച്ചാല് ഞാൻ ഉത്തരം നൽകാൻ പറ്റുമോ? അങ്ങനെ ന്യൂനത ഉണ്ടാകാൻ പാടില്ലല്ലോ. അതെ, അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളാ ഔലിയാക്കന്മാര് വാ കൂടുന്നതിന് മുമ്പ് ഉത്തരം നൽകുന്നുള്ളതല്ലേ പറഞ്ഞത്. അതിലിന്റെ ഒന്നും ഉണ്ടായിട്ടല്ല. സംഭവങ്ങളുണ്ട് എനിക്ക് കുറേ ഒന്നും ഓർമ്മ ഇട്ടിട്ടില്ല, കുറച്ച് ദിവസം മുമ്പ് ഉണ്ടായതല്ലേ. ഇയാളൊക്കെ നിലപാട് ആദർശപ്പെട്ടതാണ്. ഇയാളെ നിലപാട് ഇതാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾ അള്ളാഹുവിനോട് തുല്യമാക്കി തന്നെ ഇവരോട് ദുആ ചെയ്യുന്നത്. കാരണം ഇവരെ കഴിവിന് ചോദ്യം ചെയ്യാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ അള്ളാഹിന്റെ കഴിവിനെ നിങ്ങൾ ചോദ്യം ചെയ്യാം. അങ്ങനെ ഈ അലി സത്താഫി കൊളത്തൂര് ആ ചങ്ങയൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ നിങ്ങളെന്നെ പറഞ്ഞിട്ടുണ്ട്. ഇത് ഞാൻ പറഞ്ഞിട്ട് എന്താ ഇയാളെന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, എന്താ ഒരു അയ്യർവാടിയിൽ കാബ് എന്തുകൊണ്ട് രക്ഷിച്ചില്ല എന്നുള്ളതൊക്കെ ചോദിച്ചല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇതിൽ സഹിയായ ഒരു ഹദീസ് ഉണ്ട്. മൻ മാത വഹുവ യദഉ മിൻ ദൂനില്ലാഹി നിദ്ദൻ ദഖലന്നാർ. അള്ളാഹുവിനോട് സമന്മാരായിട്ട് മറ്റുള്ളതിനോട് പ്രാർത്ഥിച്ച ഒരാൾ മരിച്ചുപോയാൽ ദഖലന്നാർ നരകത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞു എന്നുള്ള സഹിയായ ഹദീസ് ഉണ്ടല്ലോ. അത് ബുഖാരിയിലോ മുസ്ലിമിലോ ഉള്ളതാണ്. അപ്പൊ കാന്തപുരം ബുഖാരിയിൽ അങ്ങനെ എല്ലാവരും അതേമാ മുസ്ലിമിലുണ്ടാവും, മുസ്ലിമിലും അങ്ങനെ എല്ലാവരും ആയിക്കോട്ടെ. ഇനി എതിരില്ലെങ്കിലും വേണ്ടില്ല, അത് ഹദീസ് സഹിയല്ലേ ചോദിച്ചു. ഹദീസും സഹിയല്ലാറും. അതാണ് കാന്തപുരം. ഹദീസും സഹിയല്ലായിരുന്നു. സഹിയായ ഹദീസിനെ അയാൾക്ക് വേണ്ടിട്ട് വളച്ചടിച്ചു. അപ്പൊ നിങ്ങൾ അമ്മോശനായ ബാക്കി കേൾക്കുന്നില്ലേ? ഇയാള് ഇത് ഖുറാഫാത്തുകൾ പോയി കഴിഞ്ഞാൽ പിന്നെ ഫുള്ള് മെയിൻഡ് പോയല്ലോ. എന്താണ് പറഞ്ഞത് അതാണ്. കാന്തപുരം പഠിച്ചവനാണെന്ന് പറഞ്ഞു. ഞാൻ കാന്തപുരത്തിനോട് ചോദിച്ചു, ഇപ്പൊ നിങ്ങളോട് സംസാരിക്കണമെങ്കിൽ നിങ്ങൾ ഉത്തരം നൽകുന്നുണ്ട്, ഇനി നിങ്ങൾ മരിച്ചു പോയാലും നിങ്ങളോട് പ്രാർത്ഥിച്ചാൽ ഉത്തരം നൽകുമോ ചോദിച്ചു. ചെയ്യുന്നതും ഉണ്ട് ചെയ്യാത്തതും ഉണ്ട്. ഇതാണ് അയാളെ തന്നെ ഒരു ദൈവമായിട്ട് ഇപ്പൊ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ നീ മരിച്ചു കഴിഞ്ഞാൽ കൗമിന്റെ അവസ്ഥ എന്തായിരിക്കും? മരിച്ചു കഴിഞ്ഞാൽ നീ കണ്ടോണ്ടി കാന്തപുരം ഇതിപ്പോ ഇവർക്ക് എത്ര ദൈവങ്ങളാ. അതെ തീർച്ചയായിട്ടും. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറെ ശിങ്കിടികളായിട്ടുണ്ടോ സംസാരം. എന്റെ മനസ്സിൽ ഇനിയിപ്പോ ദുന്യാവുന്നിപ്പോ ഏതായാലും ഒന്ന് ഇതിലിപ്പോ ഹിദായത്തിലേക്കൊന്നും ഇപ്പൊ വരില്ല, അള്ളാഹുവിന്റെ അടുക്കലാണ്. പക്ഷെ എന്നാലും ഈ കുടുംബബന്ധം എന്റെ കുട്ടീനായിട്ട് ഇപ്പൊ വല്യമ്മ അങ്ങനത്തെ ഇതൊന്നും ഇപ്പൊ എന്റെ കുട്ടിക്ക് കിട്ടിയിട്ടില്ലല്ലോ. അപ്പൊ ആ ഒരു ബന്ധമെങ്കിലും ഉണ്ടാകട്ടെ എന്നുള്ള ആൾക്കാണ് ഞാനൊന്ന് അയഞ്ഞു നിന്നത്. കിട്ടിയാലോ. അതെ. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് ലാസ്റ്റ് സംസാരത്തിന്റെ അവസാനം മറ്റുള്ളവര് സംസാരിക്കുമ്പോൾ പറഞ്ഞു, അമ്മൂഷൻ പറഞ്ഞു 1.5 വർഷമായി ഈ ബന്ധം ഒഴിവാക്കിയിട്ട് പറഞ്ഞേ. അപ്പൊ അവിടുത്തെ എന്തൊക്കെ യൂട്യൂബിലൊക്കെ ഉള്ളൊരു ചെക്കുണ്ട്, എന്ത് ജരീർ തങ്ങളോ എന്തോ പേര് എനിക്ക് കറക്റ്റ് ആയിട്ടില്ല, അറിയില്ല, തങ്ങൾ എന്നൊക്കെയാണ് പറയണത്. അപ്പൊ അവൻ പറഞ്ഞു വളരെ മോശമായി പോയിട്ടോ, നിങ്ങൾ 1.5 വർഷമായിട്ട് ഈ ബന്ധം ഇതിന്റെ പേരിൽ നിങ്ങൾ ബന്ധം മാതാപിതാക്കളായിട്ട് ഒഴിവാക്കിയത് ഇന്നോടെ പറയണതേ. അപ്പൊ അമ്മൂസ് പറഞ്ഞു ഓലല്ലോ ഒഴിവാക്കിയത്, ഞങ്ങളാണ് ഒഴിവാക്കിയത് പറഞ്ഞത്. അപ്പൊ പറഞ്ഞു അങ്ങനെ എനിക്ക് കുഴപ്പമില്ല. ആ പറഞ്ഞ അപ്പൊ തിരിച്ചു പറഞ്ഞു എന്താ വിലക്കെ തരം താഴെ വിചാരിച്ചിട്ടാ. അവസ്ഥ ഭയങ്കര അവസ്ഥ. ഏതായാലും പിന്നെ വൈഫിന് പറഞ്ഞപ്പോ വൈഫിനോട് പറഞ്ഞ് ഞാൻ അതിന് ശേഷം ആ സംസാരത്തിന്റെ അവസാനം ആ മറ്റേ ചെക്കന്മാരായിട്ടുള്ള സംസാരത്തിന്റെ ലാസ്റ്റ് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഈ ബന്ധം എങ്ങനെയും മുന്നോട്ട് പോയിക്കോട്ടെ എന്നുള്ള ലെവലിക്ക് ഞാൻ പറഞ്ഞു, നിങ്ങളിനി ഞാൻ പറയണത് മുശ്രിക്കൊന്നും പറയുന്നില്ല, അതേപോലെ തന്നെ എന്താ മുശ്രിക്ക് അങ്ങനെ ഇതൊന്നും പറയുന്നില്ല, നിങ്ങളെ വേണ്ടി ജീവിച്ചു പോയിക്കോളി അങ്ങനെ പറഞ്ഞു. അപ്പോ അമ്മൂസ പറഞ്ഞു അത് പറ്റൂല, ഞങ്ങൾ വീട്ടിൽ പരിപാടികൾ ഉണ്ടാവും ചെയ്യും, കുത്തുബിയത്ത് മൗലൂദ് പരിപാടികൾ ഉണ്ടാവും ചെയ്യാൻ പങ്കെടുക്കും വേണം. അങ്ങനെ പറയാതെ വെക്കാൻ പറ്റൂല. അത് മാത്രം പോരാ, പങ്കെടുക്കും വേണം. പിന്നെ ഞാൻ മുശ്രിക്ക് എന്ന് പറയുന്ന ഒരാളുമായിട്ട് എനിക്ക് സമ്പർക്കത്തിൽ അങ്ങനെ താല്പര്യമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അങ്ങനെ തിരിഞ്ഞു പോകുന്നു. ഒരു വൈഫിനോട് പറഞ്ഞു മാഷാ അല്ലാഹ്, അവള് പറഞ്ഞു മുശ്രിക്കായ ആളുകളെ മുശ്രിക്കല്ല നിങ്ങൾക്ക് പറയാൻ നിങ്ങൾക്ക് എന്ത് അധികാരം, നിങ്ങൾ എന്തിനാണ് അങ്ങനെ പറയാതെ വെക്കുന്നത്, ശിർക്ക് ശിർക്കന്നല്ലേ.
ആ ദുന്യാവ് ഇപ്പൊ അടുത്ത് തീരും. നമ്മൾ കണ്ണിമ്പോ വിൽക്കുന്ന ലെവൽക്ക് തീരും. നമ്മൾ ആദർശം നമ്മളെ മുമ്പിൽ പണയം വെക്കരുത്. അങ്ങനെ എനിക്ക് വളരെയധികം സന്തോഷായി. ഞാൻ ഇങ്ങനെ വിളിക്കണം ഇങ്ങനെ കരുതിന്. ഇന്റെ വാപ്പ ഉണ്ടല്ലോ, ഓലൊക്കെ ആദ്യം നമ്മളൊക്കെ സലാം പറയാതെയും അങ്ങനെയൊക്കെ നിന്നോ. ഓല സലാം ഭയങ്കര കാര്യം എന്നുള്ളതല്ല പോലെ വെപ്പ്. അപ്പൊ പിന്നെ വാപ്പാക്ക് കുറച്ചൊക്കെ മനസ്സിലായി. നേരത്തെ മുറിഞ്ഞു പോയി സംസാരം. കാന്തപുരത്തേക്ക് പോയിട്ടുള്ള സംസാരം ബാപ്പാട് പറഞ്ഞല്ലോ. വാപ്പ അന്ത് വിട്ടുപോയി. അത് പിന്നെ അമ്മായിനോട് പറഞ്ഞു. ഞാൻ പറയണ്ടാ ആയിരുന്നു, ഒരു പഴയ കാല മൂലരായിരുന്നു. കൂടിങ്ങാണ്ട് അന്നത്തെ ആ ടൈമിലൊക്കെ 89 ആ ടൈമിലൊക്കെ. അല്ല നിങ്ങൾ മാത്രമാണോ കുടുംബത്തിലുള്ള ബിരുദധാരി രംഗത്തുള്ളത്? ബിരുദധാരി ആകാനുള്ളൂ. പിന്നെ എന്റെ അഞ്ചന്മാരൊക്കെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ഒരാള് അവിടൊക്കെ തന്നെ ജോലി. പിന്നെ 2015. പിന്നെ ഞാൻ ഈ മേഖലയിലല്ലായിരുന്നു. നമുക്ക് മേഖല പറയുന്നത്. പക്ഷെ ഈ വിഷയം നമുക്ക് മനസ്സിലായപ്പോ തുറന്നു പറഞ്ഞപ്പോ അതാകെ നമ്മള് ഈ കുടുംബത്തിൽ തന്നെ അകറ്റി നിർത്തി, എല്ലാരും ഒഴിവാക്കി. അതൊന്നും ഒരു ദുനിയാവില് അള്ളാന്റെ സഹായം ഉണ്ടല്ലോ. ഞമ്മക്കൊക്കെ എന്ത് ഞാൻ എന്റെ കാര്യം പറയട്ടെ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നമുക്ക് ഇത്ര ധൈര്യത്തിൽ ഇത്ര സ്ട്രോങ്ങിൽ നമ്മൾ സംസാരിക്കാൻ കാരണം എന്താ? നമ്മൾ അള്ളാന്റെ വാഗ്ദാനത്തിന് വേണ്ടി സംസാരിക്കണ്ട. ആരെ പേടിക്കാനാണ്? ദുനിയാവിൽ ഏത് മഹ്ലൂക്ക് എന്ത് ചെയ്യാനാണ്? നമ്മളെ പണിയാക്കാൻ പറയും. പിന്നെ അതല്ല ഞാൻ പറഞ്ഞത്. ഇതിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഈ നബിമാര് പറഞ്ഞ അതേ വിഷയം തന്നെയല്ലേ നമ്മൾ പറയണത്. തീർച്ചയായിട്ടും ദുആ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനോടും ദുആക്കരുത്. എന്തായാലും പറഞ്ഞതിന്റെ പേരിൽ നബിമാർക്ക് ഉണ്ടായതിന്റെ പീഡനത്തിന്റെ 1000-ലൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല. അതിലെ 1000-ല്ല, കോടിയിലൊന്നും ഉണ്ടായിട്ടുണ്ട്. ഒന്നും ചെയ്യുന്നില്ലല്ലോ, ശാരീരികമൊന്നുമില്ലല്ലോ. ഇപ്പൊ കഴിഞ്ഞ 2-3 മാസം മുമ്പോള് അഞ്ചത്തിന്റെ നേരെ കല്യാണം നടന്നോടെ. അപ്പൊ അതിനുശേഷം അത് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, എന്റെ വീട്ടുകാരോടും പറഞ്ഞില്ല. ഓക്കെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല. ഇന്റെ വാപ്പാക്കും ഉമ്മാക്കും ഓൽക്കൊരു ചെറിയൊരു ബോധോദയം വരാനുള്ള ഒരു കാരണം അതാണ്. ഓടിങ്ങനെ ചിന്തിച്ചിട്ടുണ്ടാവും, ഓലോടും കൂടി പറഞ്ഞില്ലല്ലോ. അവരിപ്പോ എന്തായാലും സെൽഫി ആദർശത്തിലല്ലോ നിങ്ങളമ്മയും വാപ്പയൊന്നും അല്ല. അപ്പൊ അവരോട് പറയുന്നല്ലോ. ഓൻ പറയുന്നതും പിന്നെ കാര്യം തന്നെയല്ലേ, അള്ളാഹുവിനോട് മാത്രം തോർക്കുന്നു. ഇത് പുതിയ വാദമല്ലല്ലോ, പഴയൊരു വാദം തന്നെയല്ലേ. അതെ. ഇതില് ചിന്തിക്കേണ്ട ഒരു വിഷയം കേട്ടോ. എന്താ അറിയോ? നിങ്ങളെ ഉമ്മ സമസ്തന്റെ ആദർശത്തിലാണ്. നിങ്ങള് അമ്മോശനും അമ്മായിമ്മയും കാന്തപുരം അതും സമസ്തന്റെ ആദർശത്തിലാണ്. നിങ്ങൾ ഉപ്പിമ്മയും പറഞ്ഞു, നിങ്ങൾ പറഞ്ഞ സത്യമാണ്, അള്ളാഹിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. കാന്തപുരം നിങ്ങൾ അമ്മോശനും അമ്മായിമ്മയും ഒരു പറഞ്ഞു അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കാന്നുള്ള വാദം തെറ്റാണെന്നുള്ളത്. അപ്പൊ സമസ്തന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ആളുകളുടെ 2 വ്യത്യസ്ത നിലപാടുകളാണത്. അതെ. ഇവർക്ക് ചിത്രത്താണ് എന്റെ വാപ്പാക്കുമാക്കും ഒക്കെ. ഓര് പിന്നെ കൂടുതൽ പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇത് ബല ഉപജീവന മാർഗമാണ്. ഈ മൗലൂദും കുത്തുബിയത്തും കാര്യങ്ങളൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ പിന്നെ ഈ മൂല്യമാർക്ക് ജീവിതം നിലനിൽക്കില്ലല്ലോ. അതെ, തീർച്ചയായിട്ടും. ഏതായാലും അത് നിങ്ങൾ വരുമ്പോ നിങ്ങൾ നമ്മുടെ വീട്ടിൽ വരും, ഫാമിലിയായിട്ട് വാരനെങ്കിലും വരും കേട്ടോ. പിന്നെ നമ്മള് ഞാൻ ബന്ധപ്പെട്ട് ഞാൻ വരുമ്പോ അല്ലെങ്കിൽ മഞ്ചേരി അല്ലേ എവിടെ വീട്? മഞ്ചേരി അല്ല, ഞാൻ ചെറുകോടാണ്. ഓക്കെ. പിന്നെ ഇതിന് അന്ന് അവിടെ ചെയ്ത ക്ലിപ്പ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഏത് നിങ്ങൾ സംസാരം വീഡിയോ എടുത്തോ? വീഡിയോ അല്ല, എന്റെ അലയന് ക്ലിപ്പ് എടുത്തിട്ടുണ്ട്. സംസാരക്കലുണ്ടോ ഏകദേശം? സംസാരമുണ്ട്. ഇങ്ങനത്തെ അത് ഉപകാരപ്പെടും. എന്റെ വാപ്പ പറഞ്ഞു ഇജ അമീർ ഉദ്ക്കലിനോട് വിളിക്കാറുണ്ട്. എന്റെ വാപ്പ ഇങ്ങനെ ഇത് കേക്കലുണ്ടപ്പാ. അപ്പൊ അമീർ ഉദ്ക്കലിനെ വിളിച്ച് ആളുകളിലേക്ക് എത്തട്ടെ പറഞ്ഞു. ഓരോരുത്തര് വന്ന മാറ്റാണതേ. നിങ്ങളത് വിട്ടാണ്ട് ഒരു ക്ലിപ്പ് ഉണ്ടാക്കിയാണ്ട് വിടുന്നുണ്ട് കേട്ടോ. ഓക്കെ. ഓക്കെ. അസ്സലാമു അലൈക്കും. ബറക്കല്ലാഹു ഫീക്കും.